ലാഭ കണ്ണുള്ളവർ, അതായത് അമിതമായ ലാഭ കണ്ണുള്ളവർ എവിടെയും ഒന്നുപോലെ തന്നെയാണ്. അത് നമ്മുടെ നാട്ടിലെ ഒരു ബ്ലേഡ് കമ്പനി ആയാലും ശരി തന്നെ, അന്താരാഷ്ട്ര തലത്തിൽ കോടികൾ കൊയ്യുന്ന കപ്പൽ മുതലാളിമാർ ആണെങ്കിലും ശരി തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ പല ബ്ലേഡ് കമ്പനികളും ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പലയിടങ്ങളിലുമാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം അവിടെ നിയമങ്ങൾക്ക് ഇളവുണ്ട്, നിക്ഷേപകരെ പറ്റിക്കാൻ കഴിയും, അവർക്ക് പണം കൊടുക്കാതിരിക്കാൻ കഴിയും, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല, കാരണം ഇവിടുത്തെ നിയമങ്ങൾ അതിന് പാകമല്ല എന്നവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് കോടികൾ കൊയ്യുന്ന വൻകിട കപ്പൽ മുതലാളിമാരും ചെയ്യുന്നത്. അവർ ഏതെങ്കിലും ഒരു രാജ്യത്തായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തീരത്ത് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട MSC എന്നുള്ള കപ്പൽ ലൈബീരിയ എന്നുള്ള രാജ്യത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കപ്പൽ മുതലാളിക്കോ ആ കമ്പനിക്കോ ലൈബീരിയയുടെ ഒരു ബന്ധവുമില്ല. ലൈബീരിയ എന്ന് പറയുന്നത് വളരെ ദരിദ്രമായ ഒരു രാജ്യമാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവിടെ വളരെ ദാരിദ്ര്യമാണെന്ന് 50% പേർക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത രാജ്യമാണ്. അവിടെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ കപ്പലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 5600-ലധികം കപ്പലുകൾ ഈ ലൈബീരിയയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവിടുത്തെ നിയമം വളരെ ലളിതമാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ കപ്പൽ മുതലാളിമാർ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കടൽ തീരം പോലും ഇല്ലാത്ത രാജ്യമാണ് മംഗോളിയ. അവിടെയുമുണ്ട് 1500-ലധികം കപ്പലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ലോകത്തെമ്പാടുമായി നടക്കുന്നത്. ലാഭം എങ്ങനെ കൂടുതൽ നേടാം, അതിനുവേണ്ടി എന്തൊക്കെ രീതിയിൽ നിയമത്തിൻ്റെ കണ്ണ് വെട്ടിക്കാം, ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ കപ്പൽ അപകടത്തിലും സംഭവിക്കുന്നത്.